ഞങ്ങൾക്ക് മനുഷ്യന്മാർക്ക് ആഹ്, ഒരു ബോഡി ഉണ്ട്, പിന്നെ ഒരു സോൾ ഉണ്ട്. സോളിന് ആത്മാവെന്ന് പറയുന്ന മലയാളത്തിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എനിക്ക് അതിനെ കറക്റ്റ് നിങ്ങളുടെ ട്രാൻസ്ലേഷൻ അറിയില്ല. സോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആത്മാവാണ്. സ്പിരിറ്റിനെ കുറിച്ച്, ഹോലി സ്പിരിറ്റിനെ കുറിച്ച് ഇത് എന്താണ് എന്ന്, നമ്മൾ ആത്മാവിന്റെ കൂടെ മറ്റൊരു ആത്മാവ് വരുന്നതാണോ എന്താണെന്ന് എനിക്കൊരു ജിജ്ഞാസു ഉണ്ടായി. എങ്ങനെ എപ്പോ ഇത് ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ചെറുപ്പം മുതൽ ഞാൻ, എൻ്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സുകൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെപ്പോഴും എൻ്റെ അടുത്ത് ഞങ്ങളെ മൂന്ന് ഗോഡ് എന്ന് പറഞ്ഞു, ട്രിനിറ്റി എന്ന്. അവരുടെ ഒരു ട്രക്ക് ഉണ്ടായിരുന്നു. ആ ട്രക്കിൽ ട്രിനിറ്റി എന്ന് വലിയൊരു ബോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചുകൊണ്ടായിരുന്നു, ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അവർ പറഞ്ഞു, ഇത് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് പിതാവ്, മറ്റൊന്ന് മകന്, പിന്നെ ഒരു പവിത്ര ആത്മാവ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ദൈവങ്ങൾ ചേർന്ന് ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് അങ്ങനെ, ഞാനത് അത്രമാത്രം ജാസ്തി അതിന് ഇതാക്കിയിട്ടില്ല. കുറച്ചോ ഞങ്ങളെല്ലാവരും വലുതായതിന്റെ ശേഷം മൂന്ന് ദൈവങ്ങൾ എങ്ങനെ എന്ത് എന്ന് ഞാൻ അവരുടെ അടുത്ത് പിന്നെ ചോദിച്ചപ്പോൾ, ഒരു നാൾ അവരുടെ വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോൾ അവരെന്ത് പറഞ്ഞു, ഒരു മാതിരി ഇത് എന്ത് പറയാ, മേലിൽ കറണ്ട് അടിച്ച പോലെ, നമുക്കൊരു കറണ്ട് ഷോക്ക് ആയപ്പോൾ, ഇലക്ട്രിക് ഷോക്ക് ആയപ്പോൾ എങ്ങനെ ബോഡി വൈബ്രേഷൻ എല്ലാം ആവുന്ന മാതിരി എല്ലാം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് സോഫയിൽ നിന്ന് താഴെ ഉരുളി ഇങ്ങനെ നിലത്തിൽ റോൾ ചെയ്തു. അവിടെ എല്ലാം പൾട്ടി അടിച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെ സൗണ്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. തുടങ്ങിയിട്ട് ആകുമ്പോൾ ലാസ്റ്റിൽ പറഞ്ഞു, എൻ്റെ മേലിൽ പവിത്ര ആത്മാവ് വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹം നിനക്ക് ദിവ്യ സന്ദേശം തരുന്നുണ്ട്, ഇങ്ങനൊക്കെ പറഞ്ഞു. ഞാൻ ഇത് എങ്ങനെയാണ് ഇത്, ആരാർക്ക് ഇത് വരും, എങ്ങനെ ഇത് വരണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഇതിന്റെ ഒരു ജിജ്ഞാസ എനിക്കുണ്ടായിരുന്നു. അതേ ടൈമിൽ മുസ്ലിം വേൾഡിലും ഈ ദൈവം പിന്നെ സന്ദേശവാഹകർ, അതായത് ദൂതർ, എന്ത് പറയാ, മെസ്സഞ്ചറിന്റെ സെന്ററിൽ ഒരു ജിബ്രേൽ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട്. അതേ സെയിം കോൺസെപ്റ്റ് ക്രിസ്ത്യൻ വേൾഡിലുണ്ട്. ഗാബ്രിയൽ എന്ന് പറയും. എനിക്ക് ഈ ഗാബ്രിയൽ പവിത്ര ആത്മാവോ എന്തെന്ന് എനിക്കറിയില്ല കേട്ടോ, ഇപ്പോഴും അറിയില്ല. പക്ഷെ മുസ്ലിം വേൾഡിൽ ജിബ്രൈൽ എന്ന് പറഞ്ഞ ഒന്ന് ദൈവം ആൻഡ് മെസ്സഞ്ചറുടെ ഇടയിൽ മെസ്സേജ് കൊണ്ടുവരുന്ന ഒരു 600 ചിറകുകളുള്ള ഒരു മാലാഖാണ് എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. ഇത് രണ്ടും എന്താണ് എന്നൊരു ഇത് എങ്ങനെയാണ് ഈ 600 ചിറകുകളുള്ള ഒരു ഏഞ്ചൽ വന്ന് മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞ ദൂതരെ വന്ന് കെട്ടിപ്പിടിച്ച് നീ വായിക്കൂ എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം അദ്ദേഹം പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയത്തില്ല. വീണ്ടും പറഞ്ഞു വായിക്കൂ എന്ന്. അദ്ദേഹത്തിന്റെ ഹൈറ്റും ഭൂമി തൊട്ട് ആകാശം വരെ ഹൈറ്റും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എങ്ങനെ സാധിക്കും, എങ്ങനെയാണ് ഇത് അത്ര വലിയ ഒരു മാലാഖ അവിടെ വന്നപ്പോ, മക്കൽ വന്നപ്പോ മറ്റേ ആൾക്കാർക്കെല്ലാം കണ്ടിട്ടില്ലേ, എല്ലാവർക്കും കാണാലോ ഈസിലി. ഒരു വലിയ ബിൽഡിംഗ് ദൂരത്തുനിന്ന് നമുക്ക് കാണാൻ കിട്ടുമല്ലോ. സോ അങ്ങനെ ഞാൻ അതും ഒരു കുതൂഹലമായിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഇത് ഈ പരിപാടിയല്ല എന്ന്. ലാസ്റ്റില് ഞാൻ ഖുറാൻ സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോ ഈ രണ്ട് കോൺസെപ്റ്റും അത് ക്ലിയർ ആയിട്ട് ഖുറാനിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഖുറാനില് ജിബ്രൈൽ എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ ഓഫ് ഗോഡ് ആണ്. അതേപോലെ ഹോലി സ്പിരിറ്റ് ആണ്. 2-3 പേരുണ്ട്. ഒന്ന് ഹോലി സ്പിരിറ്റ്, റൂൽ ഖുദ്ദുസ് എന്ന് പറയും. ട്രസ്റ്റ് വർത്തി സ്പിരിറ്റ്, അതായത് റൂൽ അമീൻ ആണ്. അതേപോലെ റൂഹുല്ല, ജിബ്രീൽ എന്ന്, അള്ളാഹുന്റെ സ്പിരിറ്റ്, പിന്നെ ജിബ്രീൽ എന്ന്. ഇതിനെ കുറിച്ച് ഞാൻ കുറച്ച് സ്റ്റഡി ചെയ്തപ്പോ എനിക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടി. അത് ഞാൻ ഇപ്പോഴേ പറയണമെങ്കിൽ ഇപ്പൊ പറയാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പറയണമെങ്കിൽ അതിന്റെ എവിഡൻസ് വെച്ചിട്ട് ഞാൻ പറയാം. പാസ്റ്റർ കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് കരുതുന്നു. പുള്ളി ഫർദർ ഡിസ്കഷനിലേക്ക് പോകട്ടെന്നാണോ പാസ്റ്റർ പറഞ്ഞേ? അല്ല, അത് പുള്ളി പറയുന്നല്ലേ സെബാസ്റ്റ്യൻ നല്ലത്. ഓക്കെ, എന്നാ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ, എന്താണ് എവിഡൻസ് എന്നുള്ളത് പറഞ്ഞോളൂ. യെസ്, ഓക്കെ. സോ ഇപ്പോ ഈ ഇടയിൽ ഞാൻ ഖുറാനിൽ സ്റ്റഡി ചെയ്യുമ്പോൾ, ഖുറാനിൽ അതിന് റൂഹ് എന്ന് പറയുന്നുണ്ട്. റൂഹ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ആണ്. ആത്മാവ് ബോഡിക്ക് വേറെ വേറെ പേരുണ്ട്. നമ്മള് ഇപ്പൊ എനിക്കൊരു ബോഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ ബോഡിന്റെ പേര് ജസദ അല്ലെങ്കിൽ ജിസ്ം എന്ന് പറയും. പിന്നെ ഞങ്ങളെ സോളിന് നഫ്സ് എന്ന് പറയും. അറബിക് വേർഡ് ഉണ്ട് നഫ്സ്. പിന്നെ ഞങ്ങൾക്ക് ജീവൻ ഉണ്ട്. ആ ജീവന് ഹയാത്ത് എന്ന് പറയും. അതേപോലെ റൂ എന്താണ് എന്ന് ചോദിച്ചാൽ,
റൂഹ് അള്ളാഹുവിന്റെ ജ്ഞാനത്തിൽ നിന്ന് ഓർഡറിൽ നിന്നാണ് എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്. എന്താണ് ഈ റൂഹ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ വേദം അതിനെ വായിക്കുമ്പോ ആ വായനത്തില് വരുന്ന അണ്ടർസ്റ്റാൻഡിങ്, നമ്മളെ ഹൃദയത്തിൽ ആ അണ്ടർസ്റ്റാൻഡിങ് ഇറങ്ങിയാൽ പിന്നെ ആ മനുഷ്യൻ അതേപോലെ അതിൽ എന്ത് ദൈവം എഴുതിയിട്ടുണ്ടോ, എന്ത് ചെയ്യണം എന്ന് എഴുതിയിട്ടുണ്ടോ അതേ അവൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സൂറ ഹുജുറാത്ത് 49 സൂറ വേഴ്സ് നമ്പർ 11 എടുത്ത് വായിച്ചാൽ, നിങ്ങൾ ഒരാൾ മറ്റൊരു ആളെ അപഹസിക്കരുത്, അവരെ കുത്തുവാക്ക് വിളിക്കരുത്, നിങ്ങൾ ബാക്ക് ബൈറ്റിംഗ് ചെയ്യരുത്, പിന്നെ അവരെ പരിഹസിക്കരുത്. ഇതൊക്കെ ചെയ്യുന്നവർ സ്വന്തം അനിയന്റെ ഇറച്ചി കഴിച്ച മാതിരിയാണ്, സ്വന്തം അനിയന്റെ ഇറച്ചി കഴിച്ച മാതിരിയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവർ അക്രമികളാണ് എന്ന് വിശ്വാസികളെ വിളിച്ചു പറയുന്നുണ്ട്. ഈ വാക്കിന്റെ എസൻസ് എന്റെ ഹൃദയത്തിൽ ഇറങ്ങിയാൽ ഞാൻ പിന്നെ ചെയ്യുന്നത് അതേ പ്രവർത്തനമായിരിക്കും. ആ എസൻസിനാണ് ഹോളി സ്പിരിറ്റ് എന്ന് ദൈവം പറഞ്ഞുള്ളത്. ആ സ്പിരിറ്റിന് അതിന്റെ ഒരു സാരം എന്ന് പറയാം, മലയാളത്തിൽ സാരം എന്ന് പറയാം, അതിന് ഹോളി സ്പിരിറ്റ് എന്ന് പറയും. ഇനിയിപ്പോ ഞാൻ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട്, എന്റെ വേർഡ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായാൽ, എന്റെ വേർഡ്സിൽ ഞാൻ ഏതെങ്കിലും ഒരു കാര്യം പറയും, അത് നുണായിരിക്കാം, സത്യമായിരിക്കാം, പക്ഷെ അത് ട്രസ്റ്റ് വർത്തി സ്പിരിറ്റ് അല്ല, അത് എന്റെ സ്പിരിറ്റ് ആണ് നിങ്ങളെടുത്ത് വരുന്നത്. അതേമാതിരി ലോകത്തിൽ പലവരും പല പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ദൈവത്തിനെ കുറിച്ച്, ദൂതകളെ കുറിച്ച്, പാസ്റ്റ് ഹിസ്റ്ററിനെ കുറിച്ച്. അതെല്ലാം നിങ്ങൾ വായിച്ചിട്ട് അതിൽ ഒരു സ്പിരിറ്റ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങും. അത് നിങ്ങൾ സത്യമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അത് സത്യമായിരിക്കണം എന്നൊന്നുമില്ല. അതേമാതിരി ഒരു സയന്റിഫിക്കൽ തിയറി അത് വായിക്കും, അത് സത്യമെന്ന് വിചാരിക്കും ജനങ്ങൾ, പക്ഷെ അത് സത്യമായിരിക്കണം എന്നൊന്നുമില്ല. ബട്ട് ദൈവം എന്തൊക്കെ പറയുന്നുണ്ടോ അത് കൃത്യമായിട്ട് അതേപോലെ ആയിരിക്കും, 100%. അങ്ങനെ ചെയ്താൽ അത് തന്നെ ആവും എന്ന് ദൈവം പറഞ്ഞാൽ അതങ്ങനെ തന്നെ ആവും. സോ ഖുറാനിൽ ഇങ്ങനത്തെ വചനങ്ങളെല്ലാം വായിച്ചിട്ട് ആ ആയത്തും ആ വേഴ്സിൽ നിന്ന് നമുക്ക് വരുന്ന സ്പിരിറ്റ് എസൻസ് നമ്മളെ ഹൃദയത്തിൽ ഇറങ്ങിയാൽ ആ എസൻസിന് ഹോളി സ്പിരിറ്റ്, ട്രസ്റ്റ് വർത്തി സ്പിരിറ്റ്, ജിബ്രീൽ എന്ന് ദൈവം പറയുന്നുണ്ട്. അതല്ലാതെ അത് ജിബ്രീൽ ഒരു മാലാക്ക എന്ന് പറഞ്ഞിട്ട് അത് ജനങ്ങൾ ഒരു പുസ്തകത്തിൽ ഒരു കഥ അവതരിച്ചിട്ടുണ്ട്, അത് ഖുറാനിൽ അങ്ങനെ ഇല്ല. സോ ഈ ഒരു കോൺസെപ്റ്റ് ഖുറാനിൽ മനസ്സിലാക്കിയതിന്റെ ശേഷം ഇവരെല്ലാവരും ഡ്രാമ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതായത് ത്രിത്വം എന്ന് പറഞ്ഞിട്ട് ത്രിത്വത്തിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുന്നുണ്ട് പല ആൾക്കാരുകൾ. അത് എന്റെ മേലിൽ പവിത്ര ആത്മാവ് വന്നു എന്ന് പറഞ്ഞിട്ട് കുറെ എല്ലാം കാണാം, ഡ്രാമ ചെയ്യുന്നതും സൗണ്ട് ചെയ്യുന്നതും ഒരുമാതിരി എല്ലാം. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കുറെ അങ്ങനത്തെ ചർച്ചിലെല്ലാം ഫങ്ഷൻസുകളെല്ലാം കാണാം. അതേപോലെ ഇവിടെയും മെയിൻ സ്ട്രീം മുസ്ലിം വേൾഡിലും ജിബ്രീൽ എന്ന് പറഞ്ഞിട്ട് ഒരു മാലാഖാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കഥ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഖുറാന്റെ എക്സ്പ്ലനേഷന് ഓപ്പോസിറ്റ് ആണ്. സോ ഖുറാനിൽ നിന്ന് ഇത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഞങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കിയിട്ട് എടുക്കാൻ വേണ്ടി ദൈവത്തിന്റെ സ്പിരിറ്റ് അത്യാവശ്യമാണ്. ബട്ട് ഈ സ്പിരിറ്റ് എല്ലാവരിലും ഉണ്ട്. ജനിക്കുമ്പോൾ തന്നെ ദൈവം എല്ലാവർക്കും ദൈവത്തിന്റെ സ്പിരിറ്റ് ഇടും. അതുകൊണ്ട് ഒരു കോമൺ യൂണിവേഴ്സൽ ട്രുത്ത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നത്, നുണം പറയാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, ഡ്രഗ്സ് എടുക്കാൻ പാടില്ല, ഇങ്ങനത്തെ ഇത് കോമൺ ലോ, എല്ലാവരും അംഗീകരിക്കുന്ന ലോ എല്ലാ മനുഷ്യന്മാരും അംഗീകരിക്കും. അത് ദൈവത്തിൻ്റെതാണ്. അതിന് കോമൺ സെൻസ് എന്ന് വേണമെങ്കിലും പറയാം. കോമൺ സെൻസ് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അതിന് കോമൺ സ്പിരിറ്റ് എന്നും പറയാം വേണമെങ്കിൽ. അതിന് ഇൻസ്പിറേഷൻ എപ്പോൾ കിട്ടും? സെക്കൻഡ് ടൈം നിങ്ങൾ ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം കുറിച്ച് ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് വേണമെന്ന് ദൈവത്തിന്റെ വേദം എപ്പോൾ നിങ്ങൾ വായിക്കാൻ തുടങ്ങുമോ, അപ്പൊ നിങ്ങൾ ഉള്ളിലുള്ള സ്പിരിറ്റിന്റെ മേലെ ഇൻസ്പിറേഷൻ ആവും. ദൈവം അപ്പൊ നിങ്ങൾക്ക് അവന്റെ സ്പിരിറ്റിൽ നിന്ന്, ഹോളി സ്പിരിറ്റിൽ നിന്ന് ഇൻസ്പയർ ചെയ്യും. ആ ഇൻസ്പിറേഷൻ നിങ്ങളെ ഹൃദയത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ആ ഇൻസ്പിറേഷനിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതുപോലെ തന്നെ ചെയ്യും, അല്ലാതെ മറ്റൊന്നും ചെയ്യില്ല. അതായത് ഞാൻ ഒരു ആയത്ത് എടുത്തിട്ട് വായിച്ചു കാണിപ്പിച്ചു നിങ്ങൾക്ക്. അതായത് മറ്റവർക്ക് നിങ്ങൾ തെറിപൊഴിയരുത്, അപഹസിക്കരുത്, അതേമാതിരി നിങ്ങള് കുത്തുവാക്ക് വിളിക്കരുത്, ഇങ്ങനത്തെ ഒക്കെ വാക്കുകളുണ്ടല്ലോ. ഈ സ്പിരിറ്റ് ആരെ ഉള്ളിലുണ്ടോ അവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതാണ് ഹോളി സ്പിരിറ്റ് ഞങ്ങളുടെ ഉള്ളിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങുന്നത്.
ഇതാണ് ഖുറാന്റെ കോൺസെപ്റ്റ്. അത് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു സാർ. ഓക്കെ, താങ്ക് യു. പാസ്റ്റർ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും? കഴിഞ്ഞോ ഇബ്രാഹിമിന്റെ? അതെ. അല്ല, അപ്പൊ അതിനകത്ത് പറഞ്ഞ ഈ ഹോളി സ്പിരിറ്റിൽ നിന്ന് ഇൻസ്പിറേഷൻ വരുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹോളി സ്പിരിറ്റിൽ നിന്ന് നമ്മുടെ സ്പിരിറ്റിലെ ഇൻസ്പിറേഷൻ വരുമെന്ന് പറഞ്ഞില്ല. അപ്പം അങ്ങനെ ഒരു ഹോളി സ്പിരിറ്റ് ഉണ്ടെന്നാണോ പറയുന്നത്? അതെന്താണ് ഇപ്പൊ അവസാനം പറഞ്ഞേ? അതാണ് ജിബ്രീൽ മുസ്ലിം മീൻസ് സബ്മിറ്റർ. ആറ് ദൈവത്തിന് സമർപ്പിക്കുന്നുണ്ടോ, അവൻ ദൈവത്തിന് സമർപ്പിച്ചാൽ അവൻ ദൈവം എന്ത് പറയുന്നുണ്ട് അതുപോലെ ജീവിക്കും എന്നാണല്ലേ സമർപ്പിക്കുന്നത്. അവൻ എപ്പോ സമർപ്പിക്കുവോ, ദൈവത്തിന്റെ വാക്യങ്ങൾ വായിക്കുവോ, ആ വായനത്തിൽ നിന്ന് വരുന്ന എസെൻസ് അവന്റെ ഹൃദയത്തിൽ ഇറങ്ങും. ഇത് ദൈവം പറഞ്ഞുള്ളത് എന്ന് അതിനെ ട്രസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അതിന് ട്രസ്റ്റ് വർത്തി സ്പിരിറ്റ് ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇൻസ്പയർ എപ്പോ ചെയ്യോ അപ്പൊ മനുഷ്യൻ പിന്നെ ആ വചനത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് തന്നെ ചെയ്യും, അല്ലാതെ മറ്റതൊന്നും ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജനങ്ങളെ അപഹസിക്കരുതെന്ന് പറഞ്ഞാൽ അവൻ എന്ത് പറയുന്നത് കോമഡി ചെയ്യുന്നത് കളിയാക്കുന്നത് പരിഹസിക്കില്ല, കുത്തുവാക്ക് വിളിക്കില്ല, മാതാവ് പിതാവിനെ നല്ല പോലെ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ അവർ ചെറുപ്പത്തിൽ എങ്ങനെ നോക്കിയിട്ടുണ്ടോ അങ്ങനെ നിങ്ങളും അവരെ നോക്കിക്കോടി എന്ന് പറഞ്ഞാൽ അവൻ അതുപോലെ തന്നെ ചെയ്യും. അവനക്ക് എത്ര ബാഡ് ഫീൽ ആയാലും അതിനവന് പേഷ്യന്റ്ലി ആ കാര്യം അവൻ ചെയ്യും. അതെ, അത് അനുസരണത്തെ പറ്റിയാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചതല്ല, ഈ മനുഷ്യന്റെ ആത്മാവിലേക്ക് ഇൻസ്പിറേഷൻ വരുന്ന ഒരു ഹോളി സ്പിരിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ക്ലാരിറ്റി വരുത്താം. ജിബ്രീൽ എന്ന് പറഞ്ഞു. ജിബ്രീൽ എന്ന് പറഞ്ഞാൽ മലക്കാണോ അതോ എന്താണ് ജിബ്രീൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം പാസ്റ്റർ ഞാൻ എല്ലാം പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഞാനൊന്ന് ഇന്നൊരു തവണ പറയാം. ഖുറാനിന്റെ വചനങ്ങൾ വായിച്ച് അതിൽ നിന്ന് വരുന്ന എസെൻസിന് അതിന്റെ എസെൻസ് നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങുമല്ലോ. അതിന്റെ ശേഷം ഞങ്ങൾക്ക് ഒരു റിയാക്ഷൻ ചെയ്യാൻ പറ്റും. ആ എസെൻസിന് ഹോളി സ്പിരിറ്റ് എന്ന് ദൈവം പറയുന്നുണ്ട്. അതായത് ഖുറാനിലെ വചനത്തിന്റെ ഒരു എസൻസ് ആണ് ഹോളി സ്പിരിറ്റ്, അങ്ങനെയാണോ? യെസ് സർ, കറക്റ്റ് ആണ്. അതൊരു പേഴ്സൺ അല്ല. അതൊരു പേഴ്സൺ അല്ല. അത് പിന്നെ എന്താണത്? ഒരു പവർ ആണോ? ഒരു പവറാണ്, എസെൻസ് ആണ്. അതിന് മെസ്സഞ്ചർ എന്ന് ദൈവം പറയുന്നുണ്ട്.